നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന ജന്മദിനമാണ്. 79ാം പിറന്നാളാണ് അദ്ദേഹം ആഘോഷിക്കുന്നത്. ഒരുപാട് ആളുകളാണ് അദ്ദേഹത്തിന് പാർട്ടി ഗ്രൂപ്പുകളിലും അല്ലാതെയും തന്നെ പിറന്നാൾ ആശംസകൾ പല പ്രമുഖരും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. സാധാരണ പിണറായി വിജയൻ തന്റെ ജന്മദിനം ആഘോഷിക്കാറില്ല. ഇത്തവണയും പ്രത്യേക ആഘോഷങ്ങളോ ചടങ്ങുകളോ ഒന്നും ഉണ്ടാവില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിരവധി പേർ പിണറായിക്ക് ആശംസ നേർന്നിട്ടുണ്ട്. ഇതിൽ മകളുടെ ഭർത്താവും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസ് ആശംസിച്ചത് കരുത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതീകമെന്നാണ്. റിയാസിന്റെ ആശംസയ്ക്ക് നിരവധി കമന്റുകൾ എത്തിയിട്ടുണ്ട്. ഒരുപാട് പേരാണ് അത് ഷെയർ ചെയ്തത്. പിണറായി വിജയൻ 1945 മെയ് 24 കേരളത്തിലെ കണ്ണൂരിലെ പിണറായി മുണ്ടയിൽ കോരന്റെയും കല്യാണിയുടെയും ഇളയ മകനായി ജനിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ജന്മം ബയോളജിക്കലിയാണെന്ന് സാരം. ഇതായിരുന്നു സന്ദീപ് ആനന്ദഗിരിയുടെ പ്രതികരണം. 1945 മെയ് 24 അദ്ദേഹം ജനിച്ചത്. വിദ്യാർത്ഥിയായിരിക്കെ SFIയുടെ പൂർവിക സംഘടനയായ KSFലൂടെയായിരുന്നു രാഷ്ട്രീയ പ്രവേശനം. 1970 26 വയസ്സിൽ കൂത്തുപറമ്പിൽ നിന്ന് ജയിച്ച് നിയമസഭാ അംഗമായി. 2016 ധർമ്മടത്ത് നിന്ന് ജയിച്ച് 14ാമത് മുഖ്യമന്ത്രിയായി. 2021 തുടർഭരണം നിലനിർത്തിയ പിണറായിയുടെ 78ാം പിറന്നാൾ CPM പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിലും ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. 2021 തുടർഭരണം നിലനിർത്തിയ പിണറായിയുടെ ഈ വർഷത്തെ പിറന്നാൾ CPM പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിലും ആഘോഷമാക്കുകയാണ്. ഒന്നാം പിണറായി സർക്കാർ അധികാരമേൽക്കുന്നതിന് തലേ ദിവസമാണ് 72 വർഷമായി വെളിപ്പെടുത്താതിരുന്ന ജന്മദിന രഹസ്യം മുഖ്യമന്ത്രി പരസ്യമാക്കിയത്. ഔദ്യോഗിക രേഖകൾ പ്രകാരം മാർച്ച് 21 ജനന തീയതിയെങ്കിലും യഥാർത്ഥ ജന്മദിനം മെയ് 24 മുഖ്യമന്ത്രി അന്ന് അറിയിക്കുകയായിരുന്നു. മുണ്ടയിൽ കോരൻ കല്യാണി ദമ്പതികളുടെ മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. 2016 ഒന്നാം പിണറായി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന്റെ തലേ ദിവസം പിറന്നാൾ ദിനത്തിലെ സസ്പെൻസ് പിണറായി അവസാനിപ്പിച്ചത്. പിണറായി മുഖ്യമന്ത്രി അധികാരത്തിലെത്തിയിട്ട് നാളെ 8 വർഷം പൂർത്തിയാവുകയാണ്. കേരളത്തിൽ ആദ്യമായി 5 വർഷത്തെ കാലാവധി തികച്ച് വീണ്ടും മുഖ്യമന്ത്രിയായി എത്തുന്ന പിണറായി വിജയൻ ഈ പിറന്നാൾ ദിനത്തിലും ചരിത്രപരമായ ദൗത്യമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി റെക്കോർഡുകളും തിരുത്തിയെഴുത്തിയാണ് ഈ മുന്നേറ്റം. 2364 ദിവസം തുടർച്ചയായി മുഖ്യമന്ത്രിയായിരുന്ന അച്യുതാനന്ദ മേനോന്റെ റെക്കോർഡ് 2022 നവംബർ 14 മറികടന്ന പിണറായി വിജയൻ തുടർച്ചയായി മുഖ്യമന്ത്രി സ്ഥാനം വഹിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ജ്യോതി ബസുവിനും മണിക് സർക്കാരിനും ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്കും പിന്നിൽ 4ാം സ്ഥാനത്താണ്. വിജയത്തിന് എളുപ്പവഴികളില്ലെന്ന് ജീവിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ കേരളം അത് കണ്ടതുമാണ്. 2016 മെയ് 24 കേരളത്തിന് മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നതിന്റെ തൊട്ടുതലേന്നാണ് ശരിയായ ജന്മദിനം അദ്ദേഹം വെളിപ്പെടുത്തിയത്. ഇന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് 1922 ദിവസം പൂർത്തിയാക്കുന്ന പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ കാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രി എന്ന നിലയിൽ 3ാം സ്ഥാനത്താണ്. 3246 ദിവസം മുഖ്യമന്ത്രിയായിരുന്ന K കരുണാകരൻ, 409 ദിവസം മുഖ്യമന്ത്രിയായിരുന്ന EK നായനാർ എന്നിവരാണ് പിണറായിക്ക് മുന്നിൽ. അടുത്ത ജന്മദിനത്തിന് മുൻപ് കൃത്യമായി പറഞ്ഞാൽ 2025 ഏപ്രിൽ 13 കരുണാകരന്റെ റെക്കോർഡും മറികടക്കും.